Welcome guys, welcome to another session of economics. So we will be studying statistics for economics. Second chapter, collection of data. In the first chapter we just discussed about importance of economics and importance of statistics in economics and how statistics help in solving economic problems and all. So we will be discussing about data. In the first chapter we have said about data, and data is divided into qualitative data and quantitative data. In statistics, statistics deal with numerical only, statistics deal with only quantitative data. So data is the tool which help us to reach suitable conclusion on any problem. ഒരു പ്രോബ്ലം നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ അതിലേക്ക് ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു ടൂളാണ് ഡാറ്റ. I think that in last class also I said about an example that in 2010 we had 300 tons of rice production in tons, and in 2015 we had 250. സോ റൈസ് കുറഞ്ഞു എന്നുള്ളത് ഒരു എക്കണോമിക് പ്രോബ്ലം നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. എത്ര കുറഞ്ഞു, എങ്ങനെ കുറഞ്ഞു, ആ ഒരു കൺക്ലൂഷനിലേക്ക്, അതായത് റൈസ് കുറഞ്ഞു, എത്ര കുറഞ്ഞു, 50 കുറഞ്ഞു. ആ ഒരു കൺക്ലൂഷനിലേക്ക് നമ്മളെ എത്താൻ വേണ്ടി സഹായിക്കുന്നത് ഒരു ടൂളാണ്. എത്ര കുറഞ്ഞു എന്ന ഒരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ ആ ഒരു 50 കുറഞ്ഞു എന്ന ആ ഒരു കൺക്ലൂഷനിലേക്ക് നമ്മളെ എത്താൻ വേണ്ടി സഹായിക്കുന്നത് ഈ ഡാറ്റയാണ്. സോ ഡാറ്റ ഈസ് ദ ടൂൾ വിച്ച് ഹെൽപ്പ് us ടു റീച്ച് എ സ്യൂട്ടബിൾ കൺക്ലൂഷൻ. സോ ഞാൻ ഇങ്ങനെ ഈ ഡാറ്റ ഞാനിപ്പോൾ മുന്നേ 2005 350 ആയിരുന്നു, 2005 ആണ്, 2000 300 ആയിരുന്നു. ഇതെല്ലാം റൈസ് പ്രൊഡക്ഷൻ ആണ്. റൈസ് പ്രൊഡക്ഷൻ സം റാൻഡം നമ്പേഴ്സ് ആം പുട്ടിങ്, ഞാൻ ജസ്റ്റ് പുട്ട് ചെയ്യാൻ കുറച്ച് നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം, ഒരു ഒഫീഷ്യൽ ഡാറ്റ തന്നെ, ഗവൺമെൻറ്റിൻ്റെ ഡാറ്റ നമ്മൾ എടുത്തു നോക്കിയാൽ ഇങ്ങനെ കാണാൻ പറ്റും നമുക്ക് ഈ ഓരോ വർഷത്തെയും റൈസിൻ്റെ പ്രൊഡക്ഷൻ്റെ ഈ ഡാറ്റ നമുക്ക് ജസ്റ്റ് പല വെബ്സൈറ്റുകളിലായിട്ട് നമുക്ക് ലഭ്യമായിരിക്കും. സോ അവരെങ്ങനെ ഈ ഡാറ്റയിലേക്ക് എത്തുന്നു, അതായത് ഈ 2000 ഇത്ര ടണ്ണ് പ്രൊഡ്യൂസ് ചെയ്തു, 2005 ഇത്ര ടണ്ണ് പ്രൊഡ്യൂസ് ചെയ്തു, അങ്ങനെ പറഞ്ഞിട്ട് അവരെങ്ങനെയാണ് ഈ ഡാറ്റയിലേക്ക് എത്തുക, അവർക്ക് എവിടുന്ന് കിട്ടുന്നു ഇത്? സോ ഹാവ് യു ഗൈസ് വണ്ടർഡ് ദാറ്റ് വേർ ഡു ദേ ഗെറ്റ് ദിസ് ഡാറ്റ ഫ്രം, വേർ ഡു ദേ ഗെറ്റ് ദിസ് തിങ് ഫ്രം? നമുക്ക് അപ്പോഴാണ് നമ്മൾ ഈ സോഴ്സ് ഓഫ് ഡാറ്റയെ കുറിച്ച് നമ്മൾ എന്താണ് സോഴ്സ് എന്ന് പറഞ്ഞാലും, സോഴ്സ് അറിയാലോ അല്ലേ? സോഴ്സ് എന്ന് വെച്ചാൽ ഉത്ഭവം, എവിടുന്ന് കിട്ടി, ഏതാണ് ഈ ഡാറ്റയുടെ സോഴ്സ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഡാറ്റ കിട്ടുന്നത് എന്നുള്ളത്. നമുക്ക് ഡാറ്റ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ഓരോ കർഷകനോടും ഫാമറിനോടും പോയി ചോദിക്കാൻ നമുക്കിത് ബൈ ആസ്കിങ് ഈച്ച് ഫാമർ ഹൗ മച്ച് യു ഗൈസ് പ്രൊഡ്യൂസ്ഡ് എന്നുള്ളതിലൂടെ നമുക്ക് ഇന്ത്യയിൽ മൊത്തം എത്ര ടണ്ണ് അരി പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് നമുക്ക്, അപ്പോൾ അതായത് ഈ സോഴ്സ് ഓഫ് ഒറിജിനിൽ, അതായത് എത്ര അരി പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് ഓരോ കർഷകനാണല്ലോ അറിയും. എത്ര അരി ഞാൻ പ്രൊഡ്യൂസ് ചെയ്തു എന്ന ഡാറ്റ ആരുടെ കയ്യിലാണുള്ളത്? കർഷകൻ്റെ കയ്യിലാണല്ലോ. ആ സോഴ്സ് ഓഫ് ഒറിജിൻ്റെ അടുത്തേക്ക് തന്നെ പോയി നമുക്ക് വേണമെങ്കിൽ ആ ഡാറ്റ വാങ്ങാം. സോ അങ്ങനെ വാങ്ങുന്ന ഡാറ്റയാണ് നമ്മൾ എന്താ പറയുക, പ്രൈമറി ഡാറ്റ എന്ന് പറയാം. പ്രൈമറി ഡാറ്റ. സോ അതായത് ഈ ഡാറ്റ ഒറിജിനേറ്റ് ചെയ്യപ്പെടുന്നത് എവിടെയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. സോ when we will be discussing secondary data, you will be understanding a clear difference between secondary data and primary data. Let's talk about secondary data first, and then we can come back to primary data. So secondary data എന്ന് പറയുന്നത് ഈ കളക്ട് ചെയ്ത് വെച്ച പ്രൈമറി ഡാറ്റ ഉപയോഗിക്കുന്നതാണ് ഈ സെക്കൻഡറി ഡാറ്റ. ഫോർ എക്സാമ്പിൾ ഒരു സെൻസസ് ഡാറ്റ ഉണ്ട്. സെൻസസ് നിങ്ങൾക്കറിയാലോ, ഓരോ 10 വർഷം കൂടുമ്പോഴും നമുക്ക് സെൻസസ് നടക്കും. ആ സെൻസസിലൂടെ സെൻസസ് റിപ്പോർട്ട് വരും. ഇന്ത്യയുടെ പോപ്പുലേഷനും ഇന്ത്യയുടെ പല കാര്യങ്ങളും, ലിറ്ററസി ലെവലും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സെൻസസ് ഡാറ്റ വരും. ആ സെൻസസ് ഡാറ്റ വെൻ ഐ ആം യൂസിങ്, ഞാൻ യൂസ് ചെയ്യാണ് ആ സെൻസസ് ഡാറ്റ ഉപയോഗിച്ചിട്ട് ഞാൻ എന്താക്കുന്നു, ഞാനൊരു പത്രക്കുറിപ്പിൽ എങ്ങനെ സംഭവിച്ചു എന്ന് കുറിച്ചിട്ട് ഞാനൊരു എൻ്റെതായ രീതിയിലുള്ള ഒരു അനലൈസിങ് ഉപയോഗിക്കുന്നു. സോ അങ്ങനെ ഞാൻ ഉപയോഗിച്ച്
അതായത് ഞാൻ പറയുകയാണ് ഇന്ത്യയുടെ കേരളത്തിൻ്റെ സാക്ഷരതാ നിരക്ക് കൂടി എന്ത് വെച്ചിട്ട് ഈ നമ്മളെ 2011 സെൻസസ് വെച്ചിട്ട്. സോ അങ്ങനെ ആകുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് എന്താണ്, ഒരു സെക്കൻഡറി ഡാറ്റാ സോഴ്സിനെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ സെൻസസിന് ഉപയോഗിക്കുമ്പോൾ ദാറ്റ് ഈസ് വാട്ട് സെക്കൻഡറി ഡാറ്റ വെൻ ഐ ആം യൂസിങ് ദാറ്റ്. നേരെ മറിച്ച് ഈ സെൻസസ് എന്ന് പറയുന്നത് എന്താണ്, പ്രൈമറി ഡാറ്റയാണ്. അതായത് ഓരോ വീട്ടിലും പോയി അവർ കളക്ട് ചെയ്തെടുക്കുന്ന ഡാറ്റയാണത്. മനസ്സിലായോ? ഈ പ്രൈമറി അതായത് സോഴ്സ് ഓഫ് ഒറിജിൻ, അതായത് എവിടെയാണോ അത് ഉത്ഭവിക്കുന്നത് അവിടെ പോയിട്ട് അവർ എടുക്കുകയാണ് ആ ഡാറ്റ. അതായത് ഒരാൾക്ക് വിദ്യാഭ്യാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അയാളെടുത്ത് പോയി അയാളോട് ചോദ്യം ചോദിച്ച് അയാൾക്ക് എഴുതാനും വായിക്കാൻ അറിയുമോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സോ അങ്ങനെ ഓരോ ആളുകളെ അരികിലും പോയി നമ്മൾ മനസ്സിലാക്കുന്നത് അത് പ്രൈമറി സോഴ്സ്, ആ ഡാറ്റയുടെ സോഴ്സ് ആ മനുഷ്യനാണല്ലോ ആ ഡാറ്റയുടെ സോഴ്സ്. അയാൾക്ക് സാക്ഷരതയുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുക അയാളുടെ അടുത്ത് പോയാലേ നമുക്കറിയാൻ പറ്റും. സോ അയാളെ കയ്യിൽ പോയിട്ട് ഇയാളെ അല്ലെങ്കിൽ ഒരു വില്ലേജിൻ്റെ സാക്ഷരത റിപ്പോർട്ട് പ്രൈമറി എല്ലാവരുടെയും എഴുത്തും വായന പരീക്ഷ നടത്തിയിട്ട് ഒരു ഡാറ്റ ഒരാൾ കളക്ട് ചെയ്യുന്നു. പക്ഷേ നമ്മുടെ സെൻസസ് റിപ്പോർട്ടിൽ പോലെ നമ്മൾ ഒരു ഡാറ്റ നമ്മൾ കളക്ട് ചെയ്ത് വെക്കുന്നു. ആ ഡാറ്റ വേറൊരു പഠനത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറൊരു പോളിസീസിന് വേണ്ടിയിട്ടോ ഞാൻ ഈ ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ച ഈ ലിറ്ററസി റേറ്റിൻ്റെ ഡാറ്റ ഞാൻ ഉപയോഗിക്കുമ്പോൾ അതെന്താണ്, അത് സെക്കൻഡറി ഡാറ്റയാണ്. ഞാൻ എനിക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് സെക്കൻഡറി ഡാറ്റയാണ്. മനസ്സിലായോ? പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ സോഴ്സ് ഓഫ് ഒറിജിനിൽ പോയി കളക്ട് ചെയ്യുന്നു. സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ ഈ സോഴ്സ് ഓഫ് ഒറിജിനിൽ പോയി കളക്ട് ചെയ്ത ഡാറ്റേനെ ഉപയോഗിച്ചിട്ട് വേറെ കാര്യങ്ങൾ ചെയ്യുന്നതാണ് സെക്കൻഡറി ഡാറ്റ ആകുന്നത്. പിന്നെ എങ്ങനെയാണ് നമുക്ക് ഈ ഡാറ്റ കിട്ടുന്നത്? ഹൗ ഡു വി ഗെറ്റ് ഡാറ്റ? നമുക്കെങ്ങനെ ഡാറ്റ കിട്ടുക? നമുക്കെങ്ങനെ വിവരങ്ങൾ കിട്ടാൻ പോകുന്നത്? സോ വി ഗെറ്റ് ഡാറ്റ ബൈ ആസ്കിങ് ക്വസ്റ്റ്യൻസ്, റൈറ്റ്? ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൂടെയാണ് നമുക്ക് ഡാറ്റ കിട്ടുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സോ ഈ ഡാറ്റ എങ്ങനെ കിട്ടുന്നത്? നമ്മൾ ചോദ്യം ചോദിക്കുന്നതിന് ഒരുപാട് രീതികളുണ്ട്. അതിനു മുമ്പേ ഈ എങ്ങനെ ഡാറ്റ കളക്ട് ചെയ്യുന്നു? ബൈ ആസ്കിങ് ക്വസ്റ്റ്യൻസ്. സോ ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നമ്മൾ ഒരു പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത്, ഈ ക്വസ്റ്റ്യനെയർ വഴിയോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയർ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ വഴിയാണ് നമുക്ക് ഈ ഇത് കിട്ടുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് 2011 നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് അറിയില്ല. ബട്ട് നിങ്ങൾക്ക് ഒരു ജസ്റ്റ് നമ്മളെ വീട്ടിലെല്ലാം ആരെങ്കിലും വരും, ഒരു ആശാ വർക്കറോ അങ്ങനെ ഹെൽത്ത് നിന്ന് ആരെങ്കിലും എല്ലാം വരാറുണ്ട്. അവർ വന്നിട്ട് അവരുടെ കയ്യിൽ ഒരു പേപ്പർ ഉണ്ടാവും. ആ പേപ്പർ വെച്ചിട്ട് അവർ നമ്മളോട് ചോദ്യം ചോദിക്കും, ഇങ്ങനെ എന്നതാണോ. അപ്പോൾ അവർ ടിക്ക് ചെയ്യും, ചിലപ്പോൾ അവർ ആൻസർ ചെയ്യും. സോ ദേ ആർ ആസ്കിങ് ടു അസ് വാട്ട് ദേ ആർ ആക്ച്വലി കളക്ടിങ് ഡാറ്റ. നമ്മളുടെ ഹെൽത്ത് നിന്ന് ആരെങ്കിലും വന്ന് നമ്മളോട് വിവരങ്ങൾ ചോദിക്കുമ്പോൾ ദേ ആർ ആക്ച്വലി കളക്ടിങ് ഡാറ്റ ബൈ ആസ്കിങ് ക്വസ്റ്റ്യൻസ്. അവർ ചുമ്മാ അവിടെ വന്ന് നിന്നു ജസ്റ്റ് നമ്മൾ അങ്ങോട്ട് പറയുന്നതല്ലത്. അവർ നമ്മളോട് ചില സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നമ്മൾ പറയുന്നതിലൂടെയാണ് ഒരു ഡാറ്റ കളക്ട് ചെയ്യപ്പെടുന്നത്. സോ ഈ ഹെൽത്തിൽ നിന്ന് വന്ന ആളുകൾ ഒരു പേപ്പർ നോക്കിയിട്ടായിരിക്കുമല്ലോ നമ്മളോട് ചോദ്യം ചോദിക്കുന്നുണ്ടാവുക. ആ സെറ്റ് ഓഫ് പേപ്പർ, ആ ചോദ്യം, അതിനെയാണ് നമ്മൾ ക്വസ്റ്റ്യനെയർ എന്ന് പറയുക. അതായത് നമുക്ക് ചോദിക്കേണ്ട ചോദ്യങ്ങൾ നമ്മളൊരു പേപ്പറിൽ എഴുതുന്നതിൽ ഇവിടെ ഇമ്പോർട്ടൻസ് ഇല്ലേ. അത് പേപ്പറിലാവാം, മൊബൈലിലാവാം. ഇപ്പം ആളുകളെല്ലാം എനിക്ക് തോന്നുന്നു ഡിജിറ്റൽ ടൂൾസ് ഉപയോഗിച്ച്, മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചിട്ടാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്, പേപ്പറിലും പെന്നിൻ്റെ അല്ല. സോ വാട്ട് എവർ ആ ഐപാഡിൽ നോക്കിയിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ആ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യനെയർ. ആ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിലൂടെയാണ് അവരെന്താക്കുന്നത്, ഡാറ്റ കളക്ട് ചെയ്യുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചു, അത് നമ്മൾ നോട്ട് ചെയ്തു, നമ്മൾ ആ രീതിയാണ് നമ്മൾ സർവേ എന്ന് വിളിക്കുക. സോ വാട്ട് യു മീൻ ബൈ ടേക്കിംഗ് സർവേ എന്ന് പറഞ്ഞാൽ നമ്മൾ ആളുകളുടെ അടുത്ത് പോയി ചോദ്യം ചോദിച്ച് അതിനെ നോട്ട് ചെയ്യാൻ ചെയ്യുന്നത്, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സർവേ എന്ന് വിളിക്കുക. സോ ഈ സർവേ പ്രിപ്പയർ ചെയ്യുന്നത് ഞാൻ പറഞ്ഞ ആ ഹെൽത്തിൻ്റെ ആളുകൾ വന്ന് അവരൊരു പേപ്പറിൽ നോക്കിയിട്ട് അല്ലെങ്കിൽ അവരൊരു ടാബ്ലറ്റിൽ നോക്കിയിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ആ സെറ്റ് ഓഫ് പേപ്പറിൽ എഴുതിയിരിക്കുന്ന ക്വസ്റ്റ്യൻസ്, ആ സെറ്റ് ഓഫ് മൊത്തം പേപ്പറിനെ നമ്മൾ ക്വസ്റ്റ്യനെയർ എന്ന് വിളിക്കുക. സോ ആ ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ വി ഷുഡ് കീപ്പ് ഇൻ മൈൻഡ്. സോ ആ ക്വസ്റ്റ്യനെയർ നമുക്ക് എന്ത് ഉൾപ്പെടുത്താൻ പറ്റില്ല, ഏത് രീതിയിലും ചോദിക്കാനൊന്നും പറ്റില്ല. സോ വി ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ് സർട്ടൻ തിങ്സ് വൈൽ preparing this questionnaire. So we'll be discussing some of that things to keep in mind while preparing a questionnaire. One, it should not be too long. ഈ ക്വസ്റ്റ്യനെയർ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ പാടില്ല. ആളുകളുടെ ക്ഷമ പരീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ്
ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റിനെയർ പാർട്ടിൽ ഒരു 50-100 ചോദ്യം ഒരു ക്വസ്റ്റിനെയറിലാകുമ്പോൾ no one will have the time to answer that because everyone will be busy even though they are not busy. ബട്ട് എല്ലാവർക്കും തിരക്കിലായിരിക്കും. ആളുകൾ ആണെങ്കിൽ വേറെ ഒന്നും ചെയ്യാനില്ലെങ്കിൽ പോലും ആളുകൾ ഇതിനും വേണ്ടി ഒരു ടൈം കണ്ടെത്തില്ല. അവരുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന രീതിയിലായിരിക്കും. സോ സിമ്പിൾ ലോജിക്കാണ്, കോമൺ സെൻസ് വെച്ച് ഒരാളുകളോട് നമ്മൾ ചോദ്യം ചോദിച്ചിട്ട് അയാൾ നമ്മൾക്ക് മറുപടി തരണമെങ്കിൽ ഒരുപാട് ചോദ്യം ചോദിച്ചാൽ ആൾ ക്ഷമ നശിച്ച് പിന്നെ അവർ നമ്മളോട് പ്രോപ്പറായി സഹകരിക്കില്ല. സോ കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് ക്വസ്റ്റിനെയർ ഷുഡ് നോട്ട് ബി ടു ലോങ്, ഇറ്റ് ഷുഡ് ബി ഷോർട്ട്. Second thing to keep in mind was that the question should be easy to understand and avoid ambiguous or difficult question. We are asking a certain question and it should be easy to understand. നമ്മുടെ സൂപ്പർമാൻ സിനിമയിൽ ജയറാം ജഗദീഷിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ അങ്ങനെ പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള നിങ്ങൾ അങ്ങനെയാണ് നിങ്ങൾ സമ്മതിക്കുന്നു നല്ല രീതിയിലല്ലേ, എന്നോട് തന്നെ ഇപ്പം മറന്നുപോയി ഞാൻ എന്താണ് പറഞ്ഞത്. സോ ആ ടൈപ്പ് രീതിയിലുള്ള ആളുകളെ മൊത്തം കൺഫ്യൂസ്ഡ് ആക്കുന്ന ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാതിരിക്കുക. അതുപോലെ ചില കടുകട്ടിയായിട്ടുള്ള ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിച്ചാൽ ചിലപ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാവണമെന്നില്ല. അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒട്ടും ഡിഫിക്കൽട്ട് അല്ലാത്ത സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൺഫ്യൂഷൻസ് ഒഴിവാക്കിക്കൊണ്ട് ചോദിക്കുക എന്നുള്ളതാണ്. സോ ഈ ആംബിഗസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ആ പറഞ്ഞ പോലെ ഒരു സംശയമുള്ള അല്ലെങ്കിൽ മൊത്തത്തിലൊരു വൈഡർ നിങ്ങൾ ഒരുപാട് പൈസ ചിലവാക്കാറുണ്ടോ ഒരു മാസത്തിൽ എന്ന് ചോദിക്കുമ്പോൾ അതിലൊരു ആംബിഗിറ്റി ഉണ്ടാവും. നേരെ മറിച്ച് നിങ്ങൾ ഒരു മാസത്തിൽ എത്ര പൈസ ചിലവാക്കുന്നു എന്ന് അവരോട് കൃത്യമായി 100 രൂപയാണോ 1000 ചോടെയാണോ 2000 താഴെയാണോ എന്ന് ഓപ്ഷൻ കൊടുത്ത് അവരോട് പറയുമ്പോൾ അതിനൊരു ക്ലാരിറ്റി വരുന്നുണ്ട്. നിങ്ങൾ എത്ര ചിലവാക്കുന്നു, നിങ്ങൾ കുറേ ചിലവാക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിലൊരു ആംബിഗിറ്റി വരുന്ന ഒരു സാധ്യത. സോ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതായത് ആളുകളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യനെയറിൽ ഉൾപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കുന്ന വേറെ കാര്യം. അടുത്തത്, ഇറ്റ് ഷുഡ് ബി അറേഞ്ച്ഡ് ഇൻ ഓർഡർ ദാറ്റ് പീപ്പിൾ ഫീൽ ഫ്രീ ടു ആൻസർ എന്നുള്ളതാണ്. ആളുകൾ ഇതിൻ്റെ ഓർഡർ അനുസരിച്ച് ആളുകൾക്കൊരു എന്തുണ്ടാവണം, ഒരു ഫീൽ ഫ്രീ ടു ആൻസർ ഉണ്ടാവണം എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഫസ്റ്റ് തന്നെ വന്നിട്ട് നമ്മളെ കടുകട്ടിയുള്ള ചോദ്യം അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത ചോദ്യം നമ്മൾ ഫസ്റ്റ് തന്നെ ചോദിക്കരുത്. സോ ഫസ്റ്റ് തന്നെ അവരോട് പേര് ചോദിച്ച് അവരോട് ഒരു കാഷ്വൽ റിലേഷൻഷിപ്പിലേക്ക് ഏർപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ, സോ അവരുടെ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനായിരിക്കണം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇറ്റ്സ് ഡസൻറ്റ് മീൻ ഒരു സൗഹൃദ സംഭാഷണത്തിനല്ല നമ്മൾ പോകുന്നത്. ഫോർ സർവേ വി നീഡ് ടു കളക്ട് ഡാറ്റ, ദാറ്റ് ഓൾസോ വി നീഡ് ടു കീപ്പ് ഇൻ മൈൻഡ്, ബട്ട് ദ ക്വസ്റ്റ്യൻ ഷുഡ് ബി ഇൻ ആൻ ഓർഡർ ദാറ്റ് പീപ്പിൾ ഷുഡ് ഫീൽ ഫ്രീ ടു ആൻസർ. ഐ റിമെമ്പർ ദാറ്റ് വെൻ ഞാനൊരു സർവേ ചെയ്തപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്കൊരു ടാക്സ് ഡീറ്റെയിൽസിനെ കുറിച്ച് അറിയേണ്ട ഒരു സർവേ ആയിരുന്നു ഒരു ഷോപ്പിൽ പോയിട്ട്. സോ ഞാൻ ഫസ്റ്റ് അവരോട് GST നിങ്ങളെ ബാധിച്ചു, അങ്ങനെ ജനറൽ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ചോദിച്ച് പിന്നെ നിങ്ങൾ ടാക്സ് റവന്യൂ എത്ര കുറഞ്ഞു കൂടി എന്ന് ലാസ്റ്റ് ഞാൻ ആ ക്വസ്റ്റ്യൻ ഇടുന്നു. ബിക്കോസ് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ കഴിഞ്ഞ വർഷം എത്ര ടാക്സ് അടച്ചു എന്ന ക്വസ്റ്റ്യൻ ഞാൻ ഫസ്റ്റ് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ വിചാരിക്കും ഞാനെന്തോ അവരുടെ ടാക്സ് അടച്ചു ഇല്ലയോ എന്ന് പിടിക്കാൻ വേണ്ടി വന്നതാണ്, അല്ലെങ്കിൽ അവർക്ക് അത് ടാക്സ് ഡീറ്റെയിൽസ് പറയാൻ അവർക്കൊരു വിമുഖത ഉണ്ടാവും. whereas I started by asking so many questions like GST, about how it is affected, how's your sales, what are the merits and demerits of GST. Then at last when I asked about how much is the tax revenue and എത്ര കച്ചവടം ഉണ്ട് ഷോപ്പിൽ എന്ന് ആ രീതിയിൽ ചോദിക്കുമ്പോൾ അവർ നമ്മളോട് ആൻസർ ചെയ്യാനുള്ള കുറച്ചുകൂടി they will feel free to answer, because when we are putting our questionnaire in such an order that people should feel free to answer എന്നുള്ളതാണ്. Next thing we have to keep in mind that question should move from general to specific. ഞാൻ പറഞ്ഞു എൻ്റെ എക്സാമ്പിളിൽ എനിക്ക് ടാക്സ് ഡീറ്റെയിൽസ് ആയിരുന്നു GST അവരെങ്ങനെ ബാധിച്ചു എന്ന്, അവരുടെ ടാക്സ് ഡീറ്റെയിൽസ് ആണ് എനിക്ക് അറിയേണ്ടിയിരുന്നത്. സോ ഞാൻ ജസ്റ്റ് ജനറൽ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്, നിങ്ങളുടെ GST ബാധിച്ചോ കച്ചവടം കുറഞ്ഞോ എന്നെല്ലാം. ദെൻ ഞാൻ അവരോട് എന്താണ് നിങ്ങളുടെ സ്പെസിഫിക് ആയിട്ട് നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ടാക്സ് എത്ര, റെമിറ്റൻസ് എത്ര കൂടിയോ കുറഞ്ഞോ ആ രീതിയിലേക്കുള്ള ഒരു ക്വസ്റ്റ്യൻസ്, അതായത് ജനറലിന് സ്പെസിഫിക്കിലേക്ക് പോവുക, അതായത് സ്പെസിഫിക്കിന്ന് ജനറലിലേക്ക് വരരുത് എന്നുള്ള. സോ ഇറ്റ് ഷുഡ് നോട്ട് ബി ഫ്രം സ്പെസിഫിക് ടു ജനറൽ, ദ ക്വസ്റ്റ്യൻ ഷുഡ് ബി ഫ്രം ജനറൽ ടു സ്പെസിഫിക്. ഞാൻ കുറച്ച് ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ജനറൽ, ആദ്യം അവരോടൊരു നിങ്ങളെ ബാധിച്ചോ, പിന്നെ അടുത്തതായിട്ട് ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ ടാക്സ് റെമിറ്റൻസ് എത്രയാണ്, അതൊരു സ്പെസിഫിക് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളെ ബാധിച്ചോ ഇല്ലയോ എന്നെല്ലാം പറയുന്നത് ദാറ്റ് ഈസ് സബ്ജക്റ്റീവ് ആണ്, അത് ആളുകളനുസരിച്ച് മാറാം. ബട്ട് നിങ്ങളുടെ ടാക്സ് റെമിറ്റൻസ് എന്ന് പറയുന്നത് അവരുടെ ടാക്സ്, അതൊരു ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് ആണ്. സോ that is a specific question. So the questionnaire should move from general to specific, not from specific to general. So next thing, the same point, it should be
പ്രിസൈസ് ആൻഡ് ക്ലിയർ എന്നുള്ള ഒരു പോയിന്റാണ്. സെയിം ഈ ആംബിഗ്വിറ്റീൻ്റെ ക്വസ്റ്റ്യൻ ഷുഡ് നോട്ട് ബി ടു ലോങ് എന്ന് പറയുമ്പോൾ തന്നെ അത് പ്രിസൈസ് ആവണം. ആംബിഗ്വിറ്റി ഒഴിവാക്കണം എന്ന് പറയുമ്പോൾ തന്നെ അത് ക്ലിയർ ആയിരിക്കണം. ഒരു ക്വസ്റ്റ്യൻ ഷുഡ് ബി പ്രിസൈസ് ആൻഡ് ക്ലിയർ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ആംബിഗ്വിറ്റി ഒഴിവാക്കണം, അതുപോലെ ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയിരിക്കണം എന്നുള്ളതും നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഈ രണ്ടിൻ്റെയും കൂടിയും എന്താക്കിയതാണ് വേറെ ഒരു രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. The next thing is what should not use what double negatives. ഈ ഡബിൾ നെഗറ്റീവ്സ് എന്ന് പറയുമ്പോൾ ഇത് കുറെ കൂടി ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ഇതിലാണ്. നമ്മൾ വെച്ച് നോക്കണം, shouldn't you think that smoking should be prohibited. ഈ ഡസിൻ്റെ നിങ്ങൾ ഷുഡിൻ്റെ ഇവിടെ ഒരു നെഗറ്റീവ് സെൻറ്റൻസ് വന്നു. ഡബിൾ നെഗറ്റീവ് സെൻറ്റൻസ് ആണ് ഈ നോട്ട് അല്ലെങ്കിൽ നിരോധിക്കുക അല്ലെങ്കിൽ ഈ നോട്ട് നോ എന്നൊരു ആൻസർ വരുമ്പോൾ നമ്മൾ അതിന് നെഗറ്റീവ് സെൻറ്റൻസ് എന്ന് പറയാം. അപ്പോൾ ഷുഡിൻ്റ് യു തിങ്ക് ദാറ്റ് സ്മോക്കിംഗ് ഷുഡ് ബി പ്രൊഹിബിറ്റഡ്, ഷുഡിൻ്റ് യു എന്ന് പറയുമ്പോൾ ഇതൊരു കറക്റ്റ് അപ്രോച്ച് അല്ല. അപ്പോൾ ഫസ്റ്റ് ഗ്രാമറിലേക്ക് ഡു യു തിങ്ക് ദാറ്റ് അല്ലെങ്കിൽ ഷുഡ് യു തിങ്ക് ഡു യു തിങ്ക് ദാറ്റ് സ്മോക്കിംഗ് ഷുഡ് ബി പ്രോഹിബിറ്റഡ്. ഇവിടെ നിങ്ങൾക്കറിയാം, ഇവിടെ പ്രോഹിബിറ്റഡ് എന്ന് പറയുന്നത് ഇവിടെ ഒറ്റ നെഗറ്റീവേ ഉള്ളൂ. ഇവിടെ എന്തില്ല, ഇവിടെ ഒരു നോട്ട് വന്നു. ഈ പ്രോഹിബിറ്റഡ് എന്ന് പറയുമ്പോൾ നിരോധിക്കുക, അവിടെ രണ്ട് നെഗറ്റീവ് വന്നു. സോ ഈ ഡബിൾ നെഗറ്റീവ്സ് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ എന്താക്കണം, ഈ നമ്മൾ അവോയ്ഡ് ചെയ്യണം. പിന്നെ വേറൊരു കാര്യം, ഈ പ്രിസൈസ് ആൻഡ് ക്ലിയറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളിന് വേണമെങ്കിൽ how much do you spend on what clothing to look presentable. ഈ ഞാൻ പറഞ്ഞ ഈ ഷുഡിൻ ബി ലോങ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ പിന്നെ ഈ ആംബിഗസ് എന്ന് പറയുന്നത് ആംബിഗിറ്റി ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ഒഴിവാക്കുന്നതാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഈ നേരത്തെ ഷുഡിൻ ബി ലോങ് എന്ന് പറയുമ്പോൾ ഇതിനെ ഒന്നിക്കണമെങ്കിൽ രണ്ടർത്ഥത്തിൽ നിങ്ങൾക്ക് എടുക്കാം. അതായത് ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കുറവും ക്ലിയറും ആയിരിക്കണം, പക്ഷെ അതിലുപരിയായിട്ട് ഈ ക്വസ്റ്റ്യൻ ഒരു ക്ലാരിറ്റി വേണം എന്നുള്ള ഒരു പോയിന്റാണ് ഇവിടെ പറയുന്നത്. സോ ഈ ക്വസ്റ്റ്യന് ഹൗ മച്ച് ഷുഡ് യു സ്പെൻഡ് ഓൺ ക്ലോത്തിങ് അല്ലെങ്കിൽ ഹൗ മച്ച് ഡു യു സ്പെൻഡ് ഓൺ ക്ലോത്തിങ് ടു ലുക്ക് പ്രസൻറ്റബിൾ. കാണാൻ ലുക്ക് പ്രസൻറ്റബിൾ എന്ന് പറഞ്ഞാൽ കാണാൻ നന്നാകാൻ, നല്ല രീതിയിൽ ആളുകളെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി, നല്ലൊരു ലുക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ എത്ര സ്പെൻഡ് ചെയ്യുന്നു. നമുക്കറിയേണ്ടത് അവർ ക്ലോത്തിങ്ങിന് എത്ര സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ലുക്ക് പ്രസൻറ്റബിളിൻ്റെ ആവശ്യം അവിടെ ഇല്ല. ഹൗ മച്ച് ഡു യു സ്പെൻഡ് ഓൺ ക്ലോത്തിങ്, ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ അവസാനിക്കാം. ഈ ടു ലുക്ക് പ്രസൻറ്റബിൾ എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാനാവുന്നതേ ഉള്ളൂ. അത്രയും നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായി, പ്രിസൈസ് ആൻഡ് ക്ലിയർ ആയി. ഇവിടെ ടു ലുക്ക് പ്രസൻറ്റബിൾ അല്ലെങ്കിൽ ഇത് എന്താണ് നമ്മുടെ ഈ പ്രിസൈസ് ആൻഡ് ക്ലാരിറ്റി. അപ്പോൾ കഴിയുന്നതും ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒഴിവാക്കുക. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹൗ മച്ച് ഡു യു സ്പെൻഡ് ഓൺ ക്ലോത്തിങ് എന്ന് മാത്രം ചോദിക്കുക, അല്ലാതെ ഹൗ മച്ച് ഡു യു സ്പെൻഡ് ഓൺ ക്ലോത്തിങ് ടു ലുക്ക് പ്രസൻറ്റബിൾ ആ രീതിയിലുള്ള ഒരു പ്രിസൈസ് ആൻഡ് ക്ലിയറിനെ ബാധിക്കുന്ന രീതിയിൽ ചോദിക്കാതിരിക്കുക. അതിന് ഡബിൾ നെഗറ്റീവ്സ് ഉപയോഗിക്കാതിരിക്കുക. നെക്സ്റ്റ് തിങ് വി ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ് വൈൽ preparing a question is that question should not be a leading question. അതായത് ഒരു ഉത്തരം പറയുന്ന ആളുകളെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടൈപ്പിലെ ആൻസറിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു ഈ ഉത്തരത്തിലേക്ക് ആളുകളെ പുഷ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കരുത് എന്നുള്ളതാണ്. ഷുഡ് നോട്ട് ബി എ ലീഡിങ് ക്വസ്റ്റ്യൻ. ലൈക്ക് വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദിസ് ഹൈ ക്വാളിറ്റി ഫ്ലേവർ ഓഫ് ടീ, അല്ലെങ്കിൽ വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദിസ് ടീ വിച്ച് ഈസ് ഓഫ് എ ഹൈ ക്വാളിറ്റി. ഹൈ ക്വാളിറ്റിയിലുള്ള ഈ ടീനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പം നിങ്ങൾ അവിടെ നമ്മൾ തന്നെ പറയുകയാണ് ഹൈ ക്വാളിറ്റി ആണ്, അല്ലെങ്കിൽ വാട്ട് ഡു യു തിങ്ക് ഓഫ് ദി ഫ്ലേവർ ഓഫ് ദിസ് ഹൈ ക്വാളിറ്റി ടീ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ടീനെ തന്നെ നമ്മൾ ചോദ്യം ചോദിക്കുന്ന ആൾ തന്നെ ഒരു ഹൈ ക്വാളിറ്റി ടീ ആക്കി മാറ്റി. അപ്പോൾ ഈ മനോഹരമായ അല്ലെങ്കിൽ ഈ നല്ല ക്വാളിറ്റിയുള്ള ചായയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ
നമ്മൾ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് ആൻസർ ചെയ്യുന്ന ആൾക്ക് ഇല്ല, ഇതിന് ക്വാളിറ്റി ഇല്ല എന്ന് പറയുന്ന ആളുകൾ കുറവായിരിക്കും. അല്ലെങ്കിൽ അതിലെ ആളുകളെ നമ്മൾ എന്താക്കുകയാണ്, ഒരു ഈ ചായ നല്ലതാണ് അല്ലെങ്കിൽ ഈ ഫ്ലേവർ നല്ലതാണ് എന്ന് ആളുകളെ നമ്മൾ പുഷ് ചെയ്യാണ്. നമ്മൾ തന്നെ ക്വസ്റ്റ്യനിൽ എന്താണ് ഹൈ ക്വാളിറ്റി എന്നുള്ള ഒരു വാക്ക് ഉപയോഗിച്ചിട്ട്. സോ യു ക്യാൻ ആസ്ക് ദിസ് സിമ്പിൾ ക്വസ്റ്റ്യൻ ലൈക്ക് വാട്ട്സ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദിസ് ടീ, ഓർ വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദിസ് ഫ്ലേവർ ഓഫ് ടീ. നിങ്ങൾക്ക് എന്താണ് ഈ ചായയെക്കുറിച്ചുള്ള അഭിപ്രായം എന്ന് മാത്രം നമുക്ക് ചോദിക്കാം. ആ ചോദ്യത്തിൽ അതേ ചോദിക്കാൻ പാടുള്ളൂ. അല്ലാതെ ഈ മനോഹരമായ ചായയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്, അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ഈ ചായയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ ആ ഉത്തരം പറയുന്ന ആളെ വി ആർ ലീഡിങ് ഉത്തരം പറയുന്ന ആളെ ഒരു സ്പെസിഫിക് ആൻസറിലേക്ക് ലീഡ് ചെയ്യാണ്. സോ ദാറ്റ് കൈൻഡ് ഓഫ് ലീഡിങ് ക്വസ്റ്റ്യൻ should be avoided. Then the next thing you have to keep in mind that questionnaire should not indicate alternatives എന്നതാണ്. അതായത് ഇപ്പോൾ ഒരാളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് കോളേജ് കഴിഞ്ഞിട്ട് ജോലിക്ക് പോകണോ അല്ലെങ്കിൽ ഹൗസ് വൈഫ് ആവണോ? ഇപ്പോൾ ഹൗസ് വൈഫ് എന്ന് പറഞ്ഞ ടേം ഇപ്പോൾ ഇല്ല, ഹോം മേക്കർ ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹോം മേക്കർ ആവണോ അല്ലെങ്കിൽ കോളേജിൽ പോകണോ അല്ലെങ്കിൽ ജോലിക്ക് പോകണോ നിങ്ങൾ കോളേജ് കഴിഞ്ഞിട്ടെന്ന്. സോ വി ആർ ഗിവിങ് ദം എ ചോയ്സ്, റൈറ്റ്? ഒരു ആൾട്ടർനേറ്റീവ് കൊടുക്കുകയാണ് അവർക്ക്. ഒന്നുകിൽ കോളേജിൽ പോവാം അല്ലെങ്കിൽ ഹൗസ് വൈഫ് ആവാം. ആ രീതിയിൽ ആൾട്ടർനേറ്റീവ് കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറ്റില്ല. നിങ്ങൾ ജസ്റ്റ് അവരോട് ചോദിക്കാം, വാട്ട് ഡു യു വാണ്ട് ടു ഡു ആഫ്റ്റർ കോളേജ്? നിങ്ങൾക്ക് കോളേജ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ് താല്പര്യം എന്ന് അവരോട് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. അല്ലാതെ നിങ്ങൾക്ക് കോളേജ് കഴിഞ്ഞിട്ട് ജോലിക്ക് പോകണോ അല്ലെങ്കിൽ കല്യാണം കഴിക്കണോ അല്ലെങ്കിൽ ഹോം മേക്കർ ആവണോ, ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട്, അതായത് ഒരു ഓൾട്ടർനേറ്റീവ്സ് പ്രൊവൈഡ് ചെയ്തിട്ട്, നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നെ ഒരു ഓൾട്ടർനേറ്റീവ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ വി ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് യു ഷുഡ് നോട്ട് ഇൻഡിക്കേറ്റ് ദാറ്റ്. ജസ്റ്റ് ആസ്ക് ദാറ്റ് വാട്ട് ഡു യു വാണ്ട് ടു ഡു ആഫ്റ്റർ കോളേജ്. Don't ask that whether you want to whether you want to do a job or you want to be a homemaker. Don't give them alternatives. Just ask the specific direct question that what do you want to do after college. They will answer that. You have to keep in mind that kind of things while preparing a question. So the questionnaire may have ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് കുറേ ഡോണ്ട് ഡൂസ് ആണ്. ഇത് പാടില്ല. ഇറ്റ് മേ ഹാവ് വാട്ട് ഓപ്പൺ എൻഡഡ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ഉണ്ടാവാം, ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ആവാം, അല്ലെങ്കിൽ ക്ലോസ് ക്വസ്റ്റ്യൻ, ഓപ്പൺ എൻഡും ക്ലോസ് എൻഡും. ഈ ഓപ്പൺ എൻഡഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ചായയെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് പറയുമ്പോൾ അയാൾക്ക് പലതും പറയാം. ഈ ചായക്ക് ഇന്നതെല്ലാം നല്ലതുണ്ട്, ഇന്നതെല്ലാം നല്ലതില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങളെ ഇൻകം ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പോൾ അതൊരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ആണ്. ആ ഇൻകം ഉപയോഗിച്ച് അവർക്ക് പലതും ചെയ്യാൻ വേണ്ടി പറ്റും. അവർക്ക് പല സാധനങ്ങൾ വാങ്ങാം, ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ ആ രീതിയിൽ ഒരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് ഒരു സ്പെസിഫിക് ആയിട്ട് ആളുകളെ ലീഡ് ചെയ്യുന്നില്ല. നേരെ മറിച്ച് ഈ ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഓപ്പൺ എൻഡും ഈ ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളതായ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഉത്തരം, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതെന്ന് പറയില്ല, അതിനൊരു അത് ആളുകളനുസരിച്ചിട്ട് ആ ഉത്തരം മാറില്ല. ആളുകളനുസരിച്ച് ഉത്തരം മാറും. ഇൻ ദ സെൻസ് നമുക്ക് വേണ്ട ഉത്തരം ഒരു എക്സാമ്പിൾ പറയുമ്പോൾ കൂടുതൽ ക്ലിയർ ആവും. ഒരു യെസ് ഒരു നോ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അതായത് നിങ്ങൾക്ക് ഈ ചായ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ ആളുകളനുസരിച്ച് അത് മാറുക. ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടും, ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടില്ല. സോ യെസ് ഓർ നോ ആളുകളനുസരിച്ച് മാറും. സോ വാട്ട് ഐ ആം സെയിങ് ഈസ് ദാറ്റ് ഈ യെസ് ഓർ നോ അല്ലാതെ വേറൊരു ഉത്തരമില്ല. യു ഗോട്ട് ഇറ്റ് റൈറ്റ്. അപ്പോൾ ഈ ആര് വന്നാലും ഈ നിങ്ങൾക്ക് ഈ ചായ ഇഷ്ടപ്പെട്ടോ എന്നൊരു ക്വസ്റ്റ്യന് യെസ് ഓർ നോ എന്നുള്ള ഉത്തരം കൊടുക്കുകയാണെങ്കിൽ ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ. അല്ലാതെ എനിക്ക് ഈ ചായയുടെ കുറച്ച് ഇഷ്ടപ്പെട്ടു, കുറച്ച് ഇഷ്ടപ്പെട്ടില്ല, ആ രീതിയിലുള്ള. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ഒന്ന് ക്ലോസ് ചെയ്യണം, അതിൻ്റെ ആൻസറിനെ ഒരു ക്ലോസ് എൻഡഡിലേക്ക് മാറുകയാണ്. അപ്പോൾ ഈ ക്ലോസ് എൻഡഡ് തന്നെ രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ഈ ടു വേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ടു വേ എന്ന് പറയുമ്പോൾ ഈ യെസ് ഓർ നോ എന്ന് പറയുന്ന ഒരൊറ്റ വേ മാത്രം. അല്ലെങ്കിൽ പിന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, MCQ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ. MCQ എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തിനാണ് വീട് വിൽക്കുന്നത്, നിങ്ങളുടെ വീട് വിൽക്കുന്നത്? ഓപ്ഷൻ എ കടം കയറിയിട്ട്, ഓപ്ഷൻ ബി മകനെ പഠിപ്പിക്കാൻ വേണ്ടി, ഓപ്ഷൻ സി ഹോസ്പിറ്റൽ ചെലവിന് വേണ്ടി. ഇങ്ങനെ 3 ഓപ്ഷൻ ഉണ്ട്. ചിലപ്പോൾ 3 ശരിയായിരിക്കും.
See, അപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആളുകൾക്ക് കടം കയറിയിട്ട് വിൽക്കുന്നുണ്ടാവാം, മകനെ പഠിപ്പിക്കാൻ വേണ്ടി വിൽക്കുന്നുണ്ടാവാം, ഹോസ്പിറ്റൽ ചെലവിന് വേണ്ടി ചിലപ്പോൾ ആളുകൾ. അപ്പോൾ അതൊരു മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ടു ചോയ്സ് ഓൺലി, ടു വേ ഒരു യെസ് ഓർ നോ മാത്രമല്ല, അവിടെ എന്തുണ്ട്, മൾട്ടിപ്പിൾ ചോയ്സസ് അയാൾക്ക് അവൈലബിൾ ആണ്. സോ ഇറ്റ് ക്യാൻ ഹാപ്പൻ ഇൻ ദാറ്റ്. നമ്മൾ പിന്നെ ഇതിൽ നമ്മൾ ഈ മൾട്ടിപ്പിൾ ചോയ്സ് കൊടുക്കുമ്പോൾ അവരുടെ ആൻസർ നമ്മൾ ഉദ്ദേശിക്കുന്ന ആൻസർ അല്ല എങ്കിൽ ജസ്റ്റ് ഒരു എനി അതർ എന്നുള്ള ഓപ്ഷനും കൂടി നമ്മൾ കൊടുക്കുക. എനി അതർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോൾ വേറെ ഏതെങ്കിലും ഓപ്ഷൻ ആണെങ്കിൽ അവരത് എന്താക്കും, അവർ ചിലപ്പോൾ നമ്മളോട് പറയും വേറൊരു സ്ഥലത്തൊരു വലിയൊരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്ഥലം വെക്കുന്നത് എന്നത് ഓപ്ഷൻ ആയിരിക്കാം ചിലപ്പോൾ അവർ എനി അതറിൽ പറയാം. അവർ ചിലപ്പം ഈ കാര്യങ്ങൾക്കൊന്നും ആയിരിക്കില്ല, ചികിത്സയ്ക്കോ മകനെ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിനോ കടം കയറിയിട്ടോ ഒന്നും ആയിരിക്കില്ല, ചിലപ്പം വേറൊരു പുതിയൊരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം അവരുടെ വീടും സ്ഥലവും വിൽക്കുന്നത്. സോ എനി അതർ എന്നുള്ള ഓപ്ഷൻ നമ്മൾ അവർക്ക് കൊടുക്കുമ്പോൾ അവർ നമ്മളോട് ആ ഓപ്ഷൻ നമുക്ക് എന്താക്കുവാണ്, പറഞ്ഞു തരികയാണ്. അപ്പോൾ ഈ ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യനെ ഒരു കുറേ മെറിറ്റ്സ് ഉണ്ട്. അതായത് ആക്ച്വലി ഇറ്റ് ഈസ് ഈസി യൂസേജ് ആണ്. അതായത് ഈസിലി ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. ഇത്ര ആളുകൾ യെസ് പറഞ്ഞു, ഇത്ര ആളുകൾ നോ പറഞ്ഞു. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്താ ഇറ്റ് ഈസ് ഈസി ടു കോഡിഫൈ. നമുക്ക് പെട്ടെന്ന് ആ ഒരു ക്വസ്റ്റ്യനെ കുറേ ആളുകളെടുത്ത് നമ്മൾ സർവേ എടുക്കുന്നു. ആ സർവേ നമുക്ക് കിട്ടിയ ഉത്തരത്തിൽ നിന്ന് നമുക്കറിയാം ഈ യെസ് ഓർ നോ മാത്രമേ വരാനുള്ളൂ, അല്ലെങ്കിൽ ഈ ഓപ്ഷനിൽ ഈ നാല് ഓപ്ഷൻസ് മാത്രമേ വരാനുള്ളൂ എന്ന് പറയുമ്പോൾ ഇത്ര ആളുകൾ ഈ ഓപ്ഷൻ ടിക്ക് ചെയ്തു, ഇത്ര ആളുകൾ ഈ ഓപ്ഷൻ ടിക്ക് ചെയ്തില്ല എന്നതിലൂടെ നമുക്ക് ഒരു അനാലിസിസ് കുറച്ചുകൂടെ എളുപ്പമാവും. നേരെ മറിച്ച് ഈ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസിന് എന്താവാൻ പറ്റും, അതിന് കുറച്ച് പോസിറ്റീവ്സ് ഉണ്ട്. കാരണം അതിന് ഒരു ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള റെസ്പോൺസ് കിട്ടും. അതായത് ഓരോ ആളുകളും ചിന്തിക്കുന്ന വ്യത്യസ്തമായ രീതികളെ കുറിച്ചുള്ള നമുക്ക് മനസ്സിലാവും. നേരെ മറിച്ച് ഈ ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസിന് നമ്മൾ അവരിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ആൻസർ മാത്രമേ അവർക്ക് നമ്മൾ കൊടുക്കുന്നുള്ളൂ. നേരെ മറിച്ച് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ടീ ഏതാണെന്ന് ചോദിക്കുമ്പോൾ ചായപ്പൊടി എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഒരുപാട് ഉത്തരം പറയും അവർക്ക് ഓപ്ഷൻസ് ഒന്നും കൊടുക്കാതിരുന്നാൽ. സോ ദാറ്റ് ഈസ് എൻ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ. ബട്ട് ഈ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ എന്തുണ്ട്, കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അതായത് ഇറ്റ് ഈസ് ഹാർഡ് ടു ഇൻ്റർപ്രറ്റ് എന്നുള്ളതാണ്. കാരണം ഓരോ ആളുകളും ഓരോ രീതിയിലാണ് മറുപടി പറയുക. അപ്പോൾ വ്യത്യസ്തങ്ങളായ മറുപടി വരുമ്പോൾ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജസ്റ്റ് ഒരു സർവേ എടുക്കുന്നു. ഒരു സർവേ എന്തിനാണ് നമ്മൾ സർവേ എടുക്കുന്നത്? വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ പീപ്പിൾ തിങ്ക് ഓർ വാട്ട് ഈസ് പീപ്പിൾസ് റിയാക്ഷൻസ് ഓർ വി നീഡ് ടു നോ അബൌട്ട് സർട്ടൻ തിങ്സ്. നമുക്ക് കുറച്ച് ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ് ഈ ഡാറ്റ എടുത്ത് ഈ ഡാറ്റ വി ഹാവ് ടു പ്രോസസ്, അനലൈസ് ആൻഡ് ദെൻ വി ഹാവ് ടു ഇൻ്റർപ്രറ്റ് ആൻഡ് ദെൻ വി ഹാവ് ടു പ്രസൻറ്റ്. അപ്പോൾ ഈ അനലൈസേഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ്റെ പാർട്ടിൽ ഈ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ടായിട്ട്, കാരണം ഓരോ ആളുകൾക്കും 100 കണക്കിന് മറുപടികളായിരിക്കും 100 ആളോട് ചോദിച്ചാൽ ഈ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യന് കിട്ടുക. നേരെ മറിച്ച് ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമുക്കറിയാം ഇതെല്ലായിരിക്കും മറുപടി. അപ്പോൾ ജസ്റ്റ് അനലൈസ് ചെയ്യാൻ എളുപ്പമാണ്. ഇത്ര ആളുകൾ യെസ് പറഞ്ഞു, ഇത്ര ആളുകൾ നോ പറഞ്ഞു. അപ്പോൾ ഇറ്റ് ഈസ് easy in usage and easy to understand and easy to analyze, whereas open-ended question is bit tough to bit difficult to analyze or codify. So in this session we discussed our second chapter, and we begin by discussing the difference between primary data and secondary data. We said that primary data is the data collected from the origin, and whereas secondary data is what we are using this primary data, we are manipulating it. So that is the difference between primary data and secondary data. Then we said that through surveys we collect data, and we collect data by asking questions. So there is certain rules or certain conventions we need to keep in mind while preparing this questionnaires, and we discussed that. So and many things about it should not be long, it should be clear, it should not be ambiguous, it should not use double negatives, and it should keep in mind something. And then we discussed about open-ended and close-ended questions, and we also said that close-ended questions are easy to analyze, and whereas open-ended questions are a bit difficult to analyze. So these all things we discussed, and in coming sessions we will be discussing the mode of collection of data and all, like telephonic interview, mailing, etc. So these all things we discussed in this session. Guys, study well, score good marks. Thank you.